വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു മരണം. മലപ്പുറം തിരുവാലി സ്വദേശി ശോഭനയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഇതോടെ 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരിച്ച ശോഭന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ശിവദാസ് കന്മനമാണ് ചേരുന്നത്. ശിവദാസ്, ഒരു മാസത്തിനിടെ 5 മരണങ്ങളാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മസ്തിഷ്ക ജ്വരം വല്ലാത്തൊരു ഭീതി വിതയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും രാഗി മസ്തിഷ്ക ജ്വരം വലിയൊരു ഭീതി തന്നെയാണ് മലബാർ ജില്ലകളിൽ ആകെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നിരവധി പേരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. അതിൽ തന്നെ പലരും മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു മാസത്തിനിടെ മാത്രം 5 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരിക്കുന്നത്. ഇന്ന് മരിച്ചത് മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശിനിയായ ശോഭനയാണ്. 47 വയസ്സായിരുന്നു. ഇവരെ കഴിഞ്ഞ 4-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അന്നു തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. അബോധാവസ്ഥയിലായിരുന്നു ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നത്. പിന്നീട് ഇന്ന് രാവിലെയാണ് ഇവർ മരണപ്പെട്ടത്. അതോടൊപ്പം തന്നെ 2 ദിവസം മുൻപും വയനാട് സ്വദേശിയായ ഒരു 47 വയസ്സുകാരൻ രതീഷ് മരിച്ചിരുന്നു. ഈ ഒരു മാസത്തിനുള്ളിൽ മാത്രം 5 മരണം, 10 ദിവസത്തിനിടെ മാത്രം 4 മരണം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ വലിയൊരു ആശങ്കയായി ഇത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും 10 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ തന്നെ വയനാട് സ്വദേശി അതോടൊപ്പം തന്നെ കാസർഗോഡ് സ്വദേശിയായ ഇങ്ങനെ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഈ 2 പേരും വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ബാക്കിയുള്ള 8 പേരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിലല്ല. എന്തായാലും വലിയ ഒരു ആശങ്ക തന്നെ ഈ മലബാർ ജില്ലകളിൽ ആകെ നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കം ഇത്തരത്തിലുള്ള ജില്ലകളിൽ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അതൊന്നും ഫലവത്തായി നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിലൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഈ മരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പും ജനങ്ങളുമൊക്കെ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും. കാരണം ഇപ്പോഴും ഈ അസുഖം ബാധിച്ച് ചികിത്സയിൽ നിരവധി പേർ ഭീതി വിതയ്ക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ മാത്രം 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ശോഭന എന്ന സ്ത്രീയാണ് ഇന്ന് മരിച്ചത്. എന്തായാലും ശിവദാസ് കന്മനമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.